നമസ്കാരം, ഞാൻ ഡോക്ടർ വിനി എലിസബത്ത് ജോസ്, KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കലിശ്ശേരിയിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അലർജി, ആസ്മയെ പോലെയുള്ള അസുഖങ്ങൾ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നതിനെ പറ്റിയാണ്. ജനറലി ഉള്ള നമ്മുടെ ആരോഗ്യം എത്രത്തോളം നല്ലതോ അത്രത്തോളം ഇങ്ങനത്തെ അസുഖങ്ങൾ, അലർജി പോലത്തെ അസുഖങ്ങൾ നമ്മൾക്ക് കുറഞ്ഞിരിക്കും. ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഡയറ്റ് തന്നെയാണ്. മാക്സിമം ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വെളിയിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം വെളിയിൽ നിന്നുള്ള ഫുഡ് കൂടുതലും കളർ ചേർത്തതും എണ്ണയൊക്കെ പല പ്രാവശ്യം യൂസ് ചെയ്തതൊക്കെ ആവാം. അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് നമ്മുടെ അലർജിക് ടെൻഡൻസി, ബോഡിയുടെ ഒരു അലർജിക് ടെൻഡൻസി കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം വെളിയിൽ നിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബോഡി എപ്പോഴും വളരെയധികം ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നന്നായി വെള്ളം കുടിക്കുന്നതും നല്ല ഫുഡ് കഴിക്കുന്നതും എപ്പോഴും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. അതുപോലെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമതായിട്ട്, നമുക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഷുഗർ പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ, എത്രത്തോളം ആ അസുഖം കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം നമ്മളുടെ പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അതുപോലെ മറ്റ് അസുഖങ്ങൾ, BP ആണെങ്കിലും തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും, ആ അസുഖങ്ങളൊക്കെ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചപടി കഴിക്കും തോറും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് കുറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമിതവണ്ണം. നമ്മളുടെ ഒരു ജനറേഷനിൽ ഇപ്പോൾ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് അമിതവണ്ണവും എക്സസൈസ് ഇല്ലായ്മയും. അപ്പോൾ അമിതവണ്ണവും എക്സസൈസ് ഇല്ലായ്മയും ഈ അലർജി ടെൻഡൻസി വളരെയധികം കൂടാനുള്ള മറ്റൊരു കാരണമാണ്. അപ്പം വണ്ണം കൂട്ടുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഡെയിലി എക്സസൈസ്, ഒരു റുട്ടീൻ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും തോറും അലർജിക് ടെൻഡൻസി കുറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പഴയ ജനറേഷനെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് സ്ട്രെസ്സും വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നിടത്തോളം നമ്മുടെ ബോഡി കൂടുതൽ റിലാക്സ്ഡ് ആവാനും അതും അലർജി കുറയ്ക്കാനുള്ള മറ്റൊരു റീസണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻസ് സാധാരണ അലർജിക്ക് ഇപ്പം അപ്പർ എയർവേ, തുമ്മൽ, മൂക്കടപ്പ് അങ്ങനത്തേത് വിട്ടുമാറാത്തതാണെങ്കിൽ ഡോക്ടർ നെയ്സൽ സ്പ്രേ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വീസിങ് പോലത്തെ പ്രശ്നം റിക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇൻഹേലർ പോലത്തെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പം രോഗികൾക്ക് പൊതുവെയുള്ള OPയിൽ വരുന്ന ഒരു പൊതുവെയുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ ഇൻഹേലറിലും നെയ്സൽ സ്പ്രേയിലുമൊക്കെ സ്റ്റിറോയിഡ് ഉണ്ടല്ലോ, അങ്ങനെ സ്റ്റിറോയിഡ് ഉള്ളത് കൊണ്ട് ഞങ്ങളത് കഴിച്ചാൽ ഇത് ഞങ്ങൾക്ക് പ്രശ്നമായി വരും, അല്ലെങ്കിൽ ഇൻഹേലർ അല്ലെങ്കിൽ നെയ്സൽ സ്പ്രേ പോലത്തെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഇത് എടുക്കേണ്ടി വരും, ഞങ്ങൾക്ക് ഇതിനോടൊരു അഡിക്ഷൻ വരും. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള പേഷ്യൻസിനിടയിലുള്ള ഒരു സംശയമാണ്. മിക്ക പേഷ്യൻസും നമ്മൾ ഇൻഹേലർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന സംശയമാണ്. അവർ നമ്മൾ OPയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു അവസരം ഞാൻ യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇൻഹേലറിൽ സ്റ്റിറോയിഡ് കണ്ടെയ്നിങ് നെയ്സൽ സ്പ്രേ എന്ന് പറയുമ്പോൾ അതിൽ മൈക്രോഗ്രാം അളവിലാണ് ഇതുള്ളത്. നമ്മുടെ ബോഡിയുടെ ആ അലർജിക് ടെൻഡൻസി, ഇപ്പോൾ അപ്പർ എയർവേ ആണെങ്കിലും ലോവർ എയർവേ ആണെങ്കിലും ആ ഒരു അലർജിക് ടെൻഡൻസി, ബോഡിയുടെ അലർജിക് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ, അത് തണുപ്പാവാം, പൊടിയാവാം, ചിലർക്ക് ഇൻഫെക്ഷൻ ആവാം, ആ ഒരു ട്രിഗർ വരുമ്പോൾ ബോഡി ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി, നോർമൽ ആൾക്കാരിൽ ഇല്ലാത്ത ഹൈപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി, അതാണ് അലർജിക് സിംറ്റംസ് ആയിട്ട് പുറത്തോട്ട് വരുന്നത്. ആ അലർജിക് സിംറ്റംസിനെ സെപ്രസ് ചെയ്യാൻ നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റിറോയിഡിന് പറ്റും. പക്ഷേ ആ സ്റ്റിറോയിഡ് ശരീരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വിധമുള്ള ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മൈക്രോഗ്രാംസിലാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പം കുറേ നാൾ ഇൻഹേലർ എടുത്തു, അപ്പം നിങ്ങൾക്ക് തോന്നി നല്ല ബെറ്ററായി, അപ്പോൾ ഡോക്ടറെ പോയി കാണണ്ട, ഇനി എന്തിനാ അനാവശ്യമായി മെഡിസിൻ എടുക്കുന്നത് എന്ന് വിചാരിച്ച് ഈ മരുന്ന് സ്വന്തമായി നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയുടെ അലർജിക് ടെൻഡൻസി കൂടുതലാണെങ്കിൽ വീണ്ടും അതേ ട്രിഗർ വരുമ്പോൾ അതേപോലെ സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടും സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലപ്പം നമ്മൾ എന്താ ചെയ്യുക, പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ പോയി ഉടനെ ഇഞ്ചക്ഷൻ എടുത്തു, ഡോക്ടറെ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ പെട്ടെന്ന് ബെറ്ററായി കാര്യങ്ങൾ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇൻഹേലർ എടുക്കണോ, ആ ഇഞ്ചക്ഷൻ എടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലർജിക് ടെൻഡൻസി കൂടുമ്പോൾ അല്ലെങ്കിൽ വീസിങ് കൂടുമ്പോൾ ലോക്കൽ ക്ലിനിക്കിൽ നിങ്ങൾ പോയി എടുക്കുന്ന ഇഞ്ചക്ഷൻ ഈ സ്റ്റിറോയിഡ് തന്നെയാണ്. അപ്പോൾ എടുക്കുന്ന സ്റ്റിറോയിഡിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 100 മില്ലിഗ്രാമോ അതിന് മുകളിലോ ആണ്. അപ്പം 100 മില്ലിഗ്രാം സ്റ്റിറോയിഡ് പലപ്പോഴായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റിൻ്റെ
1000-1 മടങ്ങ് സൈഡ് ഇഫക്റ്റ് പോലും സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ എടുക്കുന്നത് കൊണ്ടോ സ്റ്റിറോയിഡ് ഇൻഹേലർ എടുക്കുന്നത് കൊണ്ടോ ഉണ്ടാവുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, സിംറ്റംസ് കുറയുമ്പോൾ ഉടൻ തന്നെ ഇൻഹേലർ നിർത്തുന്നതിന് പകരം ആ ബോഡി ആ ഒരു മെഡിസിനുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ളൊരു സമയം കൊടുത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഡോസ് പതുക്കെ കുറച്ചുകൊണ്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി സിംറ്റംസ് വീണ്ടും ഉണ്ടാവാതിരിക്കുന്നതിന് നല്ലത്. അതോടൊപ്പം ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ ലങ്ങിൻ്റെ കപ്പാസിറ്റിയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർക്ക് ചില പ്രത്യേക അലർജൻസിനോട് മാത്രം ട്രിഗർ ആവുന്നതായിട്ട് കാണാറുണ്ട് ചിലർക്ക്. അപ്പോൾ എത്ര മെഡിസിൻ എടുത്തിട്ടും ശരിയാവാത്തവർക്ക് അലർജി ടെസ്റ്റ് പോലുള്ള ടെസ്റ്റ് ചെയ്ത് പോസിബിൾ ആണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെയൊക്കെ ചില മരുന്നുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ടെസ്റ്റിലേക്കും നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പ്രിവെൻറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണോ ട്രിഗർ ആയിട്ടുള്ളത് അതും അവോയ്ഡ് ചെയ്യുക. അതായത് പൊടി, ഡസ്റ്റ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡസ്റ്റ് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന പോലെ, അതായത് റോഡിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ മാസ്ക് വെക്കുക, വീട്ടിൽ ഒത്തിരി കാർപ്പറ്റ്സുകൾ ഉണ്ടെങ്കിൽ കാർപ്പറ്റ്സിൻ്റെ നമ്പർ കുറയ്ക്കുക, അത് വാക്വം ചെയ്ത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, കർട്ടൻസും മറ്റുമൊക്കെ റെഗുലറായിട്ട് മാറ്റുക, ബെഡ്ഷീറ്റ്, ക്ലോത്തിങ് അതൊക്കെ റെഗുലറായിട്ട് മാറ്റുക. തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ മേജറായിട്ട് ശ്രദ്ധിക്കുക. യാത്ര, അടിക്കടിയുള്ള യാത്ര, തണുപ്പ് സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ ഈ സിംറ്റംസ് കൂടിയിരിക്കുന്ന സമയത്ത് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അങ്ങനെ എന്താണോ ട്രിഗർ ആയിട്ടുള്ളത് അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് അത് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഒരു പരിധിവരെ ആസ്മയുടെയും അലർജിയുടെയും ഫ്ലെയറപ്പും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഡോക്ടറുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിംറ്റംസ് ഇച്ചിരി കൺട്രോൾഡ് ആകുമ്പോൾ ഇച്ചിരി തണുത്തോളം കുടിച്ചാലോ അല്ലെങ്കിൽ ഞാനങ്ങ് പോയാലോ എന്ന് ആലോചിച്ച് പോയിട്ട് വീണ്ടും സിംറ്റംസ് ഫ്ലെയറപ്പായി വരുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും, അതായത് എക്സസൈസ്, ഡയറ്റ്, അതുപോലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മരുന്നെടുക്കുക, എക്സസൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കറക്റ്റ് സമയത്ത് ഷുഗർ ചെക്കപ്പ്, വൈറ്റമിൻ ഡിയുടെ അളവ് നോർമലാണെന്ന് ഉറപ്പുവരുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ആസ്മയും അലർജിയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. താങ്ക് യു.